ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2013 ഒരു IPL മാച്ച് രാജസ്ഥാൻ റോയൽസ് ജയിച്ചതിന് ശേഷം സഞ്ജുവിനോട് ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്, താങ്കൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചു എന്നാണ് തോന്നുന്നതെന്ന്. അപ്പൊ സഞ്ജു പറയുന്ന ഒരു മറുപടിയാണ്, ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്നതല്ല ഇമ്പോർട്ടന്റ്, അതിനെക്കാട്ടും ഇമ്പോർട്ടന്റ് ആണ് എന്റെ ടീം ജയിക്കുക എന്നുള്ളത്. അന്ന് ആ മനുഷ്യൻ പ്രൂവ് ചെയ്തൊരു കാര്യമാണ്, താൻ കളിക്കാൻ ഇറങ്ങുന്നത് ഒരു ഫെയിമിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ടൈറ്റിൽസ് കിട്ടാൻ വേണ്ടിയോ അല്ല, പക്ഷേ തന്റെ ടീമിന് വേണ്ടിയാണെന്നുള്ളത്. കഴിഞ്ഞ 10 വർഷത്തോളം പുള്ളിനെ കൺസിഡർ ചെയ്യാണ്ടിരുന്നപ്പോൾ അയാള് ഹി നെവർ ബ്ലെയിംഡ് എനിവൺ. കോച്ചിന്റെ അടുത്തോ ക്യാപ്റ്റന്റെ അടുത്തോ ബോർഡിലോ പ്രശ്നം ഉണ്ടാക്കാനോ ചോദിക്കാനോ ഒന്നും ചെന്നിട്ടില്ല. സഞ്ജു ഇല്ലാതെ ഒരു മാച്ചിൽ ഇറങ്ങാൻ പറ്റില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് അവർക്ക് വരണമെന്ന് സഞ്ജുവിന് കറക്റ്റായിട്ട് അറിയാമായിരുന്നു. ബെഞ്ചിലിരിക്കുമ്പോഴും ഹി വാസ് ഒബ്സർവിങ് എവറി മാച്ചസ്, എവറി മൂവ്സ്. ഹി വാസ് തിങ്കിങ്, ഈ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനിൽ ഞാനായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എന്ന്. ഹി നെവർ സ്റ്റോപ്ഡ് ബിലീവിംഗ് ഇൻ ഹിംസെൽഫ്. ഹി നെവർ സെൽഫ് ഡൗട്ടഡ്. ഹി ട്രസ്റ്റഡ് ലോർഡ് ഓൾമൈറ്റി. He prepared himself well, he worked hard, he waited for the right time. Someone was observing all of this. His silent struggles, his patience, his hard work and dedication, and the dream of playing for the team. And finally, Lord Almighty gave him a chance to prove his worth. He proved it, he gave it all. നോക്കൌട്ട് മാച്ചിലെ സഞ്ജുവിന്റെ പെർഫോമൻസ് കണ്ടിട്ട് ഞാൻ പോലും അറിയാണ്ട് എന്റെ കണ്ണ് നിറഞ്ഞു. മോസ്റ്റ് ഓഫ് ദ മലയാളികളും ഇമോഷണൽ ആയി കാണും. സന്തോഷത്തിന്റെ, കാത്തിരിപ്പിന്റെ, പ്രതീക്ഷയുടെ ഇമോഷൻ. ഒരു ടൂർണമെന്റിന്റെ 80% ഓഫ് ദ മാച്ചസ് കഴിഞ്ഞപ്പോൾ പോലും ഒരു ഫ്രെയിമിൽ പോലും ഇല്ലാതിരുന്ന ആള് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആകുന്ന ആ ഒരു റൊമാൻസിഫിക്കേഷൻ മൊമെന്റ്, ആ ഒരു പീക്ക് ലെവൽ സിനിമാറ്റിക് എക്സ്പീരിയൻസ്. സഞ്ജുവിന്റെ ഒരു ബയോപിക് മൂവി ഇറങ്ങിക്കഴിഞ്ഞാൽ അത് സൂപ്പർ ഹിറ്റ് ആവുന്ന ഉറപ്പുള്ള ഒരു ടൈപ്പ് ഓഫ് ഒരു ലൈഫ് സ്റ്റോറി. ഒരു ഡെക്കേഡിൽ പോലും നടക്കാത്തൊരു കാര്യമാണ് വെറും 2 വീക്സിൽ നടന്നത് നിങ്ങൾ ഓർക്കണം. സഞ്ജു ചേട്ടാ, ഹാറ്റ്സ് ഓഫ് ആൻഡ് ലോട്ട്സ് ഓഫ് ലവ് for your dedication, hard work, prayer and gratitude and everything you have done for the country. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഫെയിലിയേഴ്സ് ഉണ്ടാവും, 100 times ഫെയിൽ ആവും, പക്ഷെ ഫെയിലിയേഴ്സ് ഒന്നിൻ്റെയും ഒരു അവസാനമല്ല. യു വിൽ ഗെറ്റ് എ ചാൻസ് ടു പ്രൂവ് യുവർ സെൽഫ്. ഗോഡ് വിൽ ഗിവ് യു എ ചാൻസ്. പ്രേ, ട്രസ്റ്റ്, വർക്ക് ഹാർഡ് ആൻഡ് വെയിറ്റ്. Good things will happen. Keep this in mind and see you in the next video. Until then, bye-bye. Follow for more.